ഉണ്ടായിരുന്നട്ടാ ചേച്ചിനെ നോക്കി ചേച്ചിട്ടിരിക്കുന്നു. രണ്ടുപേരും കൊള്ളാം. ആ ടീച്ചറും ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കൂട്ടുകാരൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യണമെന്നറിയോ? എടാ ഇത് സാബുച്ചായ. ഹലോ, എത്രയല്ല? ഡിഗ്രി 5th ഇയർ. ആളെ മനസ്സിലായ? ആരാ? ഈ നാട്ടിലെ ഏറ്റവും കിടിലൻ റബ്ബർ പിന്നെ നമ്മൾ ബസ് പഠിച്ച സൈക്കിളവന്മാരെ കൂടെ നീ പഠിക്കണേ. എടാ പഠിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല, സാഹചര്യങ്ങളാണ് പ്രശ്നം. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നമ്മൾ എത്തണമെങ്കിൽ പഠിക്കണം. പഠിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തെത്തുമോ? എന്താ സംശയം? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഒരു ബാർ മുതലാളിയാവണം. അതിന് ഏത് ഡിഗ്രിയാണ് പഠിക്കേണ്ടത്? ഡിഗ്രി ഇല്ലേ? ഓക്കെ, വെൽക്കം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രസാദം. അപ്പോ ഒന്ന് അമ്പലത്തിൽ പോവാറുണ്ടോ? പൂവ് നാട്ടിലുള്ളപ്പോ അതൊരു ശീലായിരുന്നു. എവിടെയായിരുന്നു? അമ്പലം വരെ ഒന്ന്. മണി ഇപ്പം എത്രയായി? 10 മണി കഴിഞ്ഞു. അമ്പലത്തിൽ പോകാനും പ്രസാദം വിതരണം ചെയ്യാനും അല്ല നിനക്ക് ഇവിടെ ശമ്പളം നിർത്തിയിരിക്കുന്നത്. സമയാസമയത്ത് ഇവിടുത്തെ ജോലികൾ ചെയ്യാനാ, മനസ്സിലായോ? പൂവ് എന്തോന്ന് കൊവ്? നിന്റെ അച്ഛൻ വന്ന് കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ടാ നിന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത്. അതെനിക്കൊരു ഉപദ്രവമായി തീരരുത്. സോറി സർ. ശരി ചെല്ലേ, ഒന്ന് അനങ്ങി നടക്കടാ. കഷ്ടമായി പോയി സർ. അമ്പലത്തിലല്ലേ പോയത്, അതിന് ഇത്രയും വഴക്ക് വേണമായിരുന്നോ? നാട്ടിലിവന് ഇത് തന്നെയായിരുന്നു സുഖേട്, ഭക്തി. രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ നിന്ന് മാറൂല. പെമ്പിള്ളാരുടെ തന്തമാരുടെ പരാതി കേട്ട് മടുത്തപ്പോഴാ അവന്റെ അച്ഛൻ വന്ന് എന്റെ കാല് വിളിച്ചത്. അവന്റെ ഒരു ഭക്തി. താനൊന്ന് സൂക്ഷിച്ചു.